അപ്പന്റെ സ്നേഹമോ, അമ്മയുടെ സ്നേഹമോ, ഭർത്താവിന്റെ സ്നേഹമോ, ഭാര്യയുടെ സ്നേഹമോ, മക്കളുടെ സ്നേഹമോ, മാതാപിതാക്കളുടെ സ്നേഹമോ ലഭിക്കാതെ പോയ ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് കിട്ടാതെ പോയ മുഴുവൻ സ്നേഹവും നിങ്ങൾക്ക് നൽകുന്ന നിത്യ സ്നേഹത്താൽ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന നല്ലൊരു സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്കുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. നോർമലി നമ്മൾ ഈ വാക്യം എടുത്ത് പറയുന്നത് നമ്മുടെ മീറ്റിങ്ങുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി 3 കാര്യം പോൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെയാ പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശുവിന്റെ കൃപയും. ദാറ്റ്സ് എ റോങ് വേ. നിങ്ങൾ എവിടെ എടുത്ത് നോക്കിക്കോ, ആദ്യം വരേണ്ടത് യേശുവിന്റെ കൃപയാണ്. ആ കർത്താവിന്റെ ഗ്രേസ് ആണ്, കർത്താവിന്റെ കൃപയാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹവുമായി എന്നെ കണക്ട് ചെയ്തത്. ഇത് പൗലോസ് പറയുന്ന കൃത്യമായ റൂട്ടിലാണ്, കൃത്യ വഴിയിലാണ്, കൃത്യ കണക്ഷനിലാണ്. His grace is my grip. By the grace of Jesus I am living. By the grace of Jesus I am preaching. By the grace of Jesus I am enjoying the salvation. എനിക്കൊരിക്കലും ദൈവത്തെ കയറി പിതാവേ എന്ന് വിളിക്കാൻ ഒരു റൈറ്റ് ഉള്ള ആളല്ല. ഇന്നും യഹൂദന്മാർ തന്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ജൂയിഷ് ആയിട്ടുള്ള ആളുകൾ പോലും അവന്റെ നാമം അധരത്തിൽ എടുക്കാൻ ഭയപ്പെടുന്നു. അവർ ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ ഭയപ്പെടുന്നു. ഏലിയാവിന് അത് വിളിക്കാൻ കഴിഞ്ഞില്ല, മോശയ്ക്ക് അത് വിളിക്കാൻ കഴിഞ്ഞില്ല, ഗിദയോൻ അത് വിളിക്കാൻ കഴിഞ്ഞില്ല. അബ്രഹാമും ദൈവത്തെ വിളിച്ചത് അഡോനായി, യജമാനനെ എന്നാണ്. പക്ഷെ യേശു ഈ ഭൂമിയിൽ വന്ന് ദ മോഡൽ ഓഫ് പ്രേയർ, പ്രാർത്ഥനയുടെ മാതൃക പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗത്തിലെ അപ്പ നമ്മുടെ പിതാവായി മാറുകയാണ്. ആ പിതാവിനോടുള്ള സ്നേഹവുമായി എന്നെ കണക്ട് ചെയ്തത് യേശുവിന്റെ കൃപയാണ്. അപ്പന്റെ സ്നേഹമോ, അമ്മയുടെ സ്നേഹമോ, ഭർത്താവിന്റെ സ്നേഹമോ, ഭാര്യയുടെ സ്നേഹമോ, മക്കളുടെ സ്നേഹമോ, മാതാപിതാക്കളുടെ സ്നേഹമോ ലഭിക്കാതെ പോയ ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് കിട്ടാതെ പോയ മുഴുവൻ സ്നേഹവും നിങ്ങൾക്ക് നൽകുന്ന നിത്യ സ്നേഹത്താൽ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന നല്ലൊരു സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മതം ചോദിക്കാതെ, നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് കണ്ട് ജഡ്ജ് ചെയ്യാതെ, നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന, നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഹെവൻലി ഫാദർ, ഒരു സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. He loves you. He loves you very much. Jesus loves you, my brother. Jesus loves you, my sister. കർത്താവിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. യേശുവിന് നിന്നെ ജീവനാണ്. യേശുവിന്റെ കൃപ നിങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങളൊന്നും ചെയ്യേണ്ട. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സകലവും ചെയ്തു. സർവശക്തനായ ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. ഓൾറെഡി അവൻ നിങ്ങളെ സ്നേഹിച്ചു